ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഈ വിഷുവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മൾ ഓൺലൈൻ ബോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും പിന്നെ എങ്ങനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, കോൺടാക്റ്റ് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, ഇവിടെ സ്ക്രീനിലും കൊടുക്കാം. സോ നമുക്ക് നമ്മുടെ ഈ ഡിസൈനർ ടോപ്പ് എങ്ങനെ ചെയ്തിട്ടെടുക്കാൻ നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മളിവിടെ വിസ്കസ് മെറ്റീരിയലാണ് മെയിൻ ക്ലോത്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ കോട്ടൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്യുന്നത്. 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ചില ഡബിൾ ലൈനിങ് ഇടാന്നുള്ള ഉദ്ദേശത്തിലാണ് 4 ആക്കി മടക്കി വെച്ചിട്ടാണ് മാർക്കിങ്സ് ചെയ്യുന്നത്. ഏറ്റവും മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നേരെ നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സെൻറ്ററിൽ നിന്ന് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 6.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കും. ഈ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തത് നെക്കിൻ്റെ വിടുത്താണ്. അതേപോലെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തത് ഷോൾഡറാണ്. നോർമൽ ഷോൾഡർ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമുക്കിതിൽ കുറച്ച് മാർക്കിങ്സ് വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി താഴോട്ട് ഞാനൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ താഴോട്ട് നമ്മളൊരു 6.5 ഇഞ്ചൊക്കെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3 മാറ്റിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി സെൻറ്ററിൽ നിന്ന് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ താഴത്തോട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ എല്ലാം ഒരു 3.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ താഴത്തോട്ടെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എഗെയിൻ നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് ടോട്ടൽ ലെങ്ത്ത്, ടോപ്പിൻ്റെ ലെങ്ത്തായിട്ട് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 3.5 ഇഞ്ച് മുകളിൽ നിന്ന് മൈനസ് ചെയ്തിരിക്കുന്നത്. ഇനി സെൻറ്ററിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അഗെയിൻ മുകളിൽ നിന്ന് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ 9 ഇഞ്ചാണ് എടുക്കാറ്. അത് 3.5 ഇഞ്ച് മൈനസ് ചെയ്ത ശേഷമായിട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി സെൻറ്ററിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബസ്റ്റ് പോയിൻ്റ് ആട്ടോ. അത് ഈ പ്രിൻസസ് കട്ട് എങ്ങനെ ചെയ്യാമെന്നൊക്കെ മുന്നേ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി താഴെ അഗെയിൻ ഒരു 1.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ പ്രിൻസസ് കട്ടിനുള്ള ആ ഒരു ഡാർട്ട് റെഡിയാക്കി ഇട്ടെടുക്കാം. ഇനി നമ്മൾ നേരത്തെ 4.5 ഇഞ്ചിൽ നിന്ന് താഴത്തോട്ട് ആ ഒരു ആം ഹോളിൻ്റെ അവിടേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും മുകളിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് ആം ഹോളിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതാണ് നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ കറക്റ്റ് ആ ഒരു ഇത് വരുന്നത്. എൻ്റെ ബ്ലൗസിന് അങ്ങനെയാണ് വരുന്നത്. പിന്നെ വേസ്റ്റിനായിട്ട് ഇവിടെ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ. കാരണം 1.5 ഇഞ്ച് ഓൾറെഡി കട്ട് ചെയ്ത് പോവും. അപ്പോൾ ബാക്കിയുള്ള വേസ്റ്റിന് അല്ലെങ്കിൽ അങ്ങനെ വിട്ടാലും മതി. ഞാനവിടെ വേസ്റ്റിന് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രിൻസസ് കട്ട് എങ്ങനെ ചെയ്തിട്ട് എടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ. ഇനി ഏറ്റവും മുകളിലായിട്ട് നെക്കിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് കേവാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് 2 ലൈനിങ് കിട്ടിയിട്ടുണ്ട്. ഒരു ലൈനിങ് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു ലൈനിങ് ഇവിടെ തന്നെ വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. വീഡിയോയിൽ കാണാൻ അതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒരുമിച്ച് വെച്ച് അറ്റാച്ച് ചെയ്തു. ഇനി ലൈനിങ് മാത്രം ഒന്നിങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇത് രണ്ടും കൂടെ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതേ ലൈനിങ് വെച്ച് കൊടുത്തു. ഇനി നെക്കും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ആം ഹോളും ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇത് മൊത്തം കവറായി കിട്ടും. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ലാത്ത പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ട, കോർണേഴ്സൊക്കെ എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട്സ് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മറച്ചിടാം. അപ്പോൾ ഇതേ മറിച്ചിട്ടു. ഇനി എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇത് എഡ്ജ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സൈഡ് ഒന്ന് അളന്ന് നോക്കുന്നുണ്ട്. ഒരു 6 ഇഞ്ചാണ് അപ്പോൾ കിട്ടുന്നത്. ഈ സൈഡ് നമ്മളിങ്ങനെ നോക്കിയാൽ മാത്രം നമുക്ക് ബാക്ക് പോർഷൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. മെയിൻ ക്ലോത്തും ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇതിൽ ലെങ്ത്ത് വരുന്ന ഒരു 10.5 ഇഞ്ചാണ്. അതേപോലെ താഴത്തോട്ടുള്ള വിടുത്ത് വരുന്നത് 6.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും ബാക്ക് പോർഷൻ എടുക്കുമ്പോൾ റൈറ്റ് ലെഫ്റ്റ് എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ നല്ലതായിരിക്കും. ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് 2ൻ്റെ കേട്ടോ. എന്നിട്ട് നീട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഇനി ലെഫ്റ്റ് സൈഡിൻ്റെ എഡ്ജിൽ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നേരെ താഴോട്ട് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് ലെഫ്റ്റ് സൈഡിൻ്റെ റൈറ്റ് സൈഡിൻ്റെ മുകളിൽ മാത്രം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മറച്ചിടാം. ഇതേ മറച്ചിട്ടിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യുക, സൈഡ് സ്റ്റിച്ച് ചെയ്യുക. ഇനി റൈറ്റ് സൈഡിൻ്റെ നമ്മളൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ ലൂപ്പാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതേ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അങ്ങനെ ഫോൾഡ് ചെയ്യാം. ഒന്നുകൂടെ അകത്തോട്ട് ഫോൾഡ് ചെയ്യാം. അങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട്.
ഇത് നമ്മൾ മെയിനായിട്ടുള്ള ഇത് ഒരു ഫ്ലവർ ഡിസൈൻ വരുന്ന രീതിക്കാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അതാണ് ചെയ്തിട്ടെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്യില്ല കേട്ടോ, ലാസ്റ്റ് അറ്റാച്ച് ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പാറ്റേൺ ചെയ്തിട്ടെടുക്കണം. ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാനുള്ള പാറ്റേൺ, ആ ഒരു ഫ്ലവർ പാറ്റേൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ A4 അത് വരച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതാണ് ക്ലോത്തിൽ വെച്ചിട്ടൊന്ന് ഇന്നൊന്ന് ഡ്രോ ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഡ്രോ ചെയ്യുമ്പോൾ ഞാൻ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് ചെറുതായി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ A4 എനിക്ക് അത്രേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരച്ചിട്ടെടുത്തത്. പിന്നെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് ചെയ്തിട്ടെടുക്കുന്നത്. ഡ്രോ ചെയ്തെടുക്കാം ഫസ്റ്റ്. അപ്പോൾ ഇതേ നമ്മൾ ലൈനിങ്ങിലാണ് ആദ്യം ചെയ്തിട്ടെടുക്കുന്നത്. ഇനി കുറച്ച് ഇത് വരച്ചു കൊടുക്കുന്നുണ്ട്, ബ്രാഞ്ചസ് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഡാർട്ട് ഇടുന്ന പോലെ തന്നെയാണ് ചെയ്തിട്ടെടുക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. ഞാൻ അങ്ങനെയാണോ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ വരയ്ക്കുമ്പോൾ ഒരു 3-4 വരയ്ക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ ചെയ്തിട്ടെടുക്കുമ്പോൾ കുറച്ചെണ്ണം ചെയ്തിട്ടെടുക്കുന്നുണ്ട്, ചെറുതായിട്ട് ചെയ്തിട്ടെടുക്കുവാണ്. ഇനി നമ്മൾ നോർമലായിട്ട് ഡാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഒന്ന് പൊങ്ങി നിൽക്കുന്ന ആ ഒരു എഫക്റ്റ് വരത്തുള്ളൂ. നമ്മൾ ബ്ലൗസിനൊക്കെ ആ ഒരു കേവ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണാൻ അതേപോലെ തന്നെ ഇതിങ്ങനെ ഈ ഒരു ബ്രാഞ്ചസ് ഇങ്ങനെ ചെയ്തിട്ടെടുക്കുക, ഡാർട്ട് ഇങ്ങനെ ചെയ്തിട്ടെടുക്കുവാണ്. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു 3-4 നല്ല അതിൽ കൂടുതൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മെയിൻ ക്ലോത്ത് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടെ ഒരുമിച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ആ പാറ്റേൺ, ആ ഫ്ലവർ പാറ്റേൺ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുവാണ്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിട്ട് ഇനി ആവശ്യമില്ലാത്ത പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്ന് മറച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കാം. ഇന്ന് ഫ്രണ്ട് പോർഷനിൽ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിത് സ്റ്റിച്ചിങ് അല്ല ചെയ്യുന്നത്, കൈത്തുന്നലാണ് ചെയ്തിട്ടെടുക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ചിനേക്കാളും നല്ലത് കൈത്തുന്നൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടെടുക്കുന്നത്. ഇനി ഫ്രണ്ട് പോർഷനത്തെ അടിവശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അതേപോലെ തന്നെ അടിവശം, ബാക്കിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ താഴെ സ്റ്റിച്ച് ചെയ്തു, സൈഡും സ്റ്റിച്ച് ചെയ്തു. നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ ആണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. ഇപ്പോൾ 4 ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് വേണ്ടത് ഫ്രണ്ടിൽ. ബാക്കിൽ ഇതേ നമ്മൾ അളക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത്ര. അപ്പോൾ ടോട്ടൽ 11.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ട്യൂബ് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ്. സ്ലീവ് ഭയങ്കര ടൈനി സ്ലീവാണ് നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത്. ഇതൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടെടുത്തു. ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഡിസൈനർ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.